റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഒരുവിധം ആളുകൾക്കെല്ലാം അറിയാം. എങ്കിലും നമുക്കൊന്ന് വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്താ ചെയ്യേണ്ടത്? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയണം. വായ കൊണ്ട് ഏറ്റുപറയണം, അത് നിയമമാണ്. ഏറ്റുപറച്ചിലിന് ഭയങ്കര ശക്തിയാണ്. അത് ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വിശ്വസിക്കണം, വായ കൊണ്ട് ഏറ്റുപറയണം. അത്രയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെടും. ഇന്ന് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഇതിനോട് ചേർത്ത് വരാവുന്ന 3 വാക്കുകളുണ്ട്. മാനസാന്തരപ്പെടുക, വീണ്ടും ജനിക്കുക, രക്ഷാനിർണയം പ്രാപിക്കുക. 3 ഒരേ സമയത്ത് നടക്കാം, സാവധാനത്തിൽ നടക്കാം. സുവിശേഷ പ്രസംഗത്തിലൂടെ, സുവിശേഷ കേൾവിയിലൂടെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് നാം ഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണം, ത്യാഗം, യാഗം അത് നാം ധ്യാനിക്കുന്നു. ആ സമയത്ത് ഞാൻ നഷ്ടപ്പെട്ട പാപിയാണെന്ന് എൻ്റെ ഉള്ളെന്നോട് പറയുന്നു. എൻ്റെ പാപത്തിന് ശാശ്വത പരിഹാരമായി ക്രിസ്തു ക്രൂശിൽ പ്രായശ്ചിത്തയാഗമായി എന്ന് ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു ഹൃദയം കൊണ്ട്. എന്നിട്ട് ഞാനത് എൻ്റെ വാ കൊണ്ട് ഏറ്റുപറയും. വിശ്വസിച്ചാൽ മതിയോ? പോരാ. ഏറ്റുപറയണോ? നിർബന്ധമാണോ? അതെ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ശരിയാണ്. നിങ്ങൾ വചനപ്രഭാതം കാണുന്നുണ്ട്, പൗരുഷം കാണുന്നുണ്ട്, നന്ദി. പക്ഷെ ഒന്ന് ഏറ്റുപറയണം. ഒന്നല്ല, എന്നും ഏറ്റുപറയണം. 16-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഇത് ഏറ്റുപറയണോ? നീ നമ്മളിത് പറയുമ്പോൾ ദൈവം കേൾക്കുന്നു, നമ്മൾ കേൾക്കുന്നു, പിശാച് കേൾക്കുന്നു, ലോകം കേൾക്കുന്നു. ഇനി മുതൽ ഞാൻ എൻ്റേതല്ല. ഇനി മുതൽ ഞാൻ എൻ്റെ കർത്താവിൻ്റേതാണ്. ഇനി മുതൽ ഞാൻ എൻ്റെ ജീവിതം എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെ ഏൽപ്പിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവിടുന്നാണ്. ഇത് കേൾക്കുന്ന വഴി സാത്താൻ എന്നെ വിട്ട് മാറും. മാറി നിന്ന് നോക്കും, അവസരം കിട്ടിയാൽ കയറാൻ. ഇന്ന് ഈ വചനധ്യാനത്തിൻ്റെ മുൻപിൽ രക്ഷാനിർണയത്തിലേക്ക് ചിലർ വരട്ടെ. അനേക വർഷങ്ങളായി ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നാണ് രക്ഷാദിവസം. ഇന്നാണ് രക്ഷാദിവസം. യേശുവേ, അങ്ങേ ഞാൻ എൻ്റെ കർത്താവായി ഇപ്പോൾ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിക്കുക, അങ്ങയെ സ്നേഹിച്ച് ജീവിക്കുക, സാക്ഷിച്ച് ജീവിക്കുക. എനിക്ക് കൃപ തരണമേ, ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.